വടക്കൻ ഇറാഖിൽ കുടിയിറക്കൽ ഭീഷണി നേരിട്ട് ക്രൈസ്തവ സമൂഹം. ഇറാഖിലെ ദോഹു ഗവർണറേറ്റിലെ ബഗിത്മെ എന്ന ക്രിസ്ത്യൻ ഗ്രാമത്തിൽ നിന്ന് കുർദിഷ് പ്രാദേശിക അധികാരികൾ 1500 ഡുനം കൃഷിഭൂമി പിടിച്ചെടുത്തതായി കാൽഡിയൻ പ്രസ് റിപ്പോർട്ട് ചെയ്തു. കൃഷിഭൂമി കണ്ടുകെട്ടൽ സമൂഹത്തിന്റെ സാമ്പത്തിക നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ കാർഷിക ഭൂമിയെ ബാധിച്ചുവെന്ന് ബന്ധപ്പെട്ട സംഘടനകൾ പറഞ്ഞു. വടക്കൻ ഇറാഖിൽ പുരാതനമായ ക്രൈസ്തവർ പാർത്തുവരുന്ന പ്രദേശമാണ് ബഗിത്മെ. കുർദിഷ് ഉദ്യോഗസ്ഥർ കൈവശപ്പെടുത്തിയ ഭൂമി സർക്കാർ ജീവനക്കാർക്ക് റെസിഡൻഷ്യൽ പ്ലോട്ടുകളായി വിതരണം ചെയ്യാൻ പദ്ധതിയിടുന്നതായി ഇറാഖിലെ വിശ്വാസാധിഷ്ഠിത ഗ്രൂപ്പുകൾ പറഞ്ഞു. എന്നാൽ ദുരിതബാധിതരായവർക്ക് നഷ്ടപരിഹാരമോ പുനരധിവാസമോ സംബന്ധിച്ച് അധികൃതർ ഒരു പ്രഖ്യാപനവും ഇതുവരെയും നടത്തിയിട്ടില്ല. മുൻ ഇറാഖി ഭരണകൂടം 1983 ബഗത്മേയുടെ കൃഷിഭൂമി ഫലമായി പിടിച്ചെടുത്ത ഒരു സൈനിക ക്യാമ്പാക്കി മാറ്റിയ സംഭവങ്ങളും പ്രദേശത്തെ ക്രൈസ്തവരെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ബാപ്റ്റിസ്റ്റ് സർക്കാരിന്റെ പതനത്തിന് ശേഷം ക്രിസ്ത്യൻ നിവാസികൾ പ്രദേശത്തേക്ക് മടങ്ങിയെത്തി കൃഷി പുനരാരംഭിക്കുകയായിരുന്നു. തുടർച്ചയായ സ്വത്ത് നഷ്ടവും നിയമപരമായ അനിശ്ചിതത്വവും ഇറാഖിലെ അവശേഷിക്കുന്ന ക്രിസ്ത്യൻ ജനസംഖ്യയുടെ ദീർഘകാല സാന്നിധ്യത്തെ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.